നിങ്ങളുടെ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി അതിലേക്ക് ജോയിൻ ആവാൻ വേണ്ടിയിട്ട് ഒരാൾ പേയ്മെൻറ്റ് ചെയ്തു. ആ ചെയ്യുന്ന സമയത്ത് ആ ഒരു പേയ്മെൻറ്റ് ഫെയിൽഡ് ആയി കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ അവർക്ക് വാട്സപ്പിലോ നിങ്ങളുടെ പേഴ്സണൽ വാട്സപ്പിൽ നിന്നോ അല്ലെങ്കിൽ അവർക്ക് പേഴ്സണലി ഇമെയിൽ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ അയക്കാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ പേയ്മെൻറ്റ് ഫെയിൽഡ് ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗൂഗിൾ പേ നമ്പർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ലിങ്കിലൂടെ പേ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ വിത്തിൻ സെക്കൻഡ് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വാട്സപ്പ് വഴിയോ ഇമെയിൽ വഴിയോ അയക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് നിങ്ങൾ നോർമലി മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ ആണെങ്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ടൂൾസൊക്കെ അഡീഷണൽ ടൂൾസൊക്കെ യൂസ് ചെയ്യണം. പിന്നെ വാട്സപ്പ്, അതായത് വാട്സപ്പ് ഓട്ടോമേഷൻ, അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ള ടൂൾസ്, അങ്ങനെ ഒത്തിരി ടൂൾസുകളൊക്കെ ഉപയോഗിക്കണം. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇത്തരത്തിൽ ഒരു ടൂൾസും നിങ്ങൾ യൂസ് ചെയ്യേണ്ട. അതായത് ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ഓട്ടോമേഷൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഞാനിത് എൻ്റെ ഫോണിൽ ചെയ്തിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് സിസ്റ്റത്തിൽ തന്നെ ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൺ കാണിക്കുന്നുള്ളൂ. ലീഡ് ഓട്ടോമേഷനിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ലീഡ് ഓട്ടോമേഷനിലാണ് കംപ്ലീറ്റ് നമ്മൾ ഓട്ടോമേഷൻ ചെയ്യുന്നത്. അതിൽ വർക്ക് ഫ്ലോ എന്നുള്ള ഭാഗത്ത് വരിക. ഞാനിവിടെ ഒരു പുതിയ വർക്ക് ഫ്ലോ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വർക്ക് ഫ്ലോ എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന, ആ, അതായത് ആ ഒരു പേയ്മെൻറ്റ് സംഭവിക്കുന്ന സമയത്ത്, ഫെയിൽഡ് ആവുന്ന സമയത്ത് നമുക്ക് എന്ത് കാര്യമാണ് നടക്കേണ്ടത് എന്നുള്ള ആ ഒരു വർക്ക് ഫ്ലോ ആണ് ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. വർക്ക് ഫ്ലോയിൽ ഇവിടെ ട്രിഗറിൽ വന്നിട്ട് ആ ഒരു ട്രിഗർ ഞാനിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. സോ ആദ്യത്തെ എൻ്റെ ട്രിഗർ എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ഫെയിൽഡ് ആയി കഴിഞ്ഞാൽ, ഫിനാൻസിലെ പേയ്മെൻറ്റ് ഫെയിൽഡ് ആയി കഴിഞ്ഞാൽ സംഭവിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഫിനാൻസ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നുണ്ട്. ഫിനാൻസിൽ വന്നിട്ട് പേയ്മെൻറ്റ് ഫെയിൽഡ്, ഈ കാണുന്ന ഏറ്റവും ലാസ്റ്റത്തേൻ്റെ തൊട്ടിപ്പുറത്തുള്ള പേയ്മെൻറ്റ് ഫെയിൽഡ് സെലക്ട് ചെയ്തു. അപ്പോൾ ആ ഒരു പേയ്മെൻറ്റ് ഫെയിൽഡ് കോഴ്സിനാണോ, അപ്പം ഞാൻ എൻ്റെ ആ ഒരു കോഴ്സിൻ്റെ ഇവിടെ കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നുണ്ട്. കോഴ്സല്ല, ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഇത് ഞാൻ കൺഫേം ചെയ്ത്, അതായത് ആ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഫെയിൽഡ് ആയിട്ടുണ്ട് എന്നാണെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ അവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് പേയ്മെൻറ്റ് അത്തരത്തിൽ ഫെയിൽഡ് ആയി കഴിഞ്ഞാൽ ട്രിഗർ ആവേണ്ട കാര്യമാണ് ഞാൻ അവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കാം, വാട്സപ്പ് ത്രൂ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. വാട്സപ്പ് മെസ്സേജ് സെലക്ട് ചെയ്തു, അതിനുശേഷം വാട്സപ്പ് മെസ്സേജിൽ എന്താണോ പോകേണ്ടത് അതിവിടെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്കൊരു ക്രിയേറ്റ് ന്യൂ ടെംപ്ലേറ്റ് എന്നുള്ള ഭാഗത്ത് പോവുക. ആ ഒരു വാട്സപ്പ് മെസ്സേജിൻ്റെ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതിൽ പറഞ്ഞാൽ മതി താങ്കളുടെ ആ ഒരു നെയിമൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ. അതായത് അവർ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്തിട്ടുള്ള നെയിം ഉണ്ടല്ലോ, അപ്പോൾ അതിന് ടാഗ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും, വാല്യൂ ആഡ് ചെയ്യാം. അപ്പോൾ അവരുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്നുണ്ടാവും, ഹായ് സന്തോഷ്, താങ്കളുടെ പേയ്മെൻറ്റ് ഫെയിൽഡ് ആയിട്ടുണ്ട്, കോഴ്സിലേക്കുള്ള ജോയിനിങ് പേയ്മെൻറ്റ് ഫെയിൽഡ് ആയിട്ടുണ്ട്. അപ്പം പേ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണിച്ചിരിക്കുന്ന ആ ഒരു ഗൂഗിൾ പേ നമ്പർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അക്കൗണ്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ലിങ്ക് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ ഹെൽപ്പ് വേണമെന്നാണെങ്കിൽ താഴെ ഈ നമ്പറിൽ തന്നെ ഉടനെ കോൺടാക്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്താൽ മതി. ഓക്കെ, ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്, കോംപ്ലിക്കേറ്റേഷൻ ഒന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ഇത്തരത്തിലൊരു സിമ്പിൾ ആയിട്ടുള്ള സിസ്റ്റം യൂസ് ചെയ്യണമെന്നാണെങ്കിൽ, ഓട്ടോമേഷൻ സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നാണെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് മെസ്സേജ് അയക്കാം, അതിനൊന്ന് അറിയിച്ചാൽ മതി, ഞാൻ ഹെൽപ്പ് ചെയ്യാം.